വരച്ച പടങ്ങളൊക്കെ പൈസ ഇല്ലാതെ എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ ഒരു ഫ്രെയിം നമ്മൾ 1200 രൂപ കൊടുത്തിട്ടാണ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഏകദേശം ആ ഒരു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ട് തന്നെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രെയിമിങ്ങിന് വേണ്ടി തന്നെ നല്ലൊരു പൈസ എനിക്ക് മുടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അല്ലാണ്ടൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കിയാലൊന്ന്. പക്ഷേ ഈ വീഡിയോ ഒരു മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ്. ഇത് ഞാൻ എവിടെ വെക്കണമെന്നൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കി, ഭിത്തിയിൽ വെച്ചിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. പിന്നെ എനിക്ക് തോന്നി ഇത് മാറ്റിയിട്ട് നമ്മൾ ഇന്നാൾ ചെയ്ത ആ ഓയിൽ പേസ്റ്റലിൻ്റെ ഒരു വർക്കില്ലേ, അത് ഫ്രെയിം ചെയ്താലോ എന്ന്. ഇതിലേത് വേണം? ഇത് വേണോ അതോ മറ്റേത് വേണോ? ഏതായാലും നമ്മളിത് കുളമാക്കും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. നമ്മുടെ കയ്യിൽ ഫ്രെയിം ചെയ്യാത്ത വേറെ ഐറ്റംസ് ഉണ്ട്. ഐശ്വര്യ റായ് ഇരിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച എൻ്റെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ കൊളാക്കുന്നില്ല, നമുക്ക് തൽക്കാലം ഇത് കൊളാക്കാം. ഇനി ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. എൻ്റെ കയ്യിൽ 1-2 പ്ലാൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കലാണ്. ഇത് നിങ്ങൾ കുറേ അധികം വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫ്രെയിംസില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് 1-2 കളേഴ്സ് വേണം. ഞാനിവിടെ ഫാബ്രിക് കളറാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ബ്രൗൺ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളൊരു മെറ്റാലിക് ഷെയ്ഡും എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത്രയും കളേഴ്സൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. പിന്നെ തീരാറായിട്ടുള്ള 2 ഫെവിക്കോളിൻ്റെ ബോട്ടിലും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കാർഡ്ബോർഡാണ്. അത്യാവശ്യം നല്ലൊരു കാർഡ്ബോർഡായിരുന്നു. ഞാനത് വെറുതെ വെട്ടി നശിപ്പിച്ചെന്ന് വേണം പറയാൻ. എന്തായാലും നിങ്ങൾ കണ്ടോ എന്താ കാണിക്കാൻ പോണേന്ന്. ഇതാണ് ഞാൻ കാണിച്ച ആദ്യത്തെ മണ്ടത്തരം. അതായത് നമ്മൾ A3 സൈസിലൊരു സാധനം ഫ്രെയിം ചെയ്യാനായിട്ട്, ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് ഫ്രെയിം ചെയ്യാനായിട്ട് അത് കുറച്ച് എക്സസ് ആയിട്ട് ഇട്ടിട്ട് വേണമായിരുന്നു കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ A3 സൈസിലെ സംഭവം കൊണ്ട് വെച്ചിട്ട് കറക്റ്റ് ആ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യണതിന് മുന്നേ എനിക്ക് അറിയാമായിരുന്നു ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, എക്സസ് ആയിട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനെന്നുള്ളത്. പക്ഷേ വരച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക, ആ ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ആ ലൈനിൽ കൂടി കട്ട് ചെയ്ത് പോകും. അത് തന്നെ എനിക്ക് സംഭവിച്ചത്. ഞാൻ ആ ലൈനിൽ കൂടി അങ്ങ് കട്ട് ചെയ്ത് വിട്ട്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി പരിപാടി ഫ്ലോപ്പായി എന്നുള്ളത്. പക്ഷേ അവിടെ കൊണ്ടൊന്നും ഞാൻ തോക്കാൻ തീരുമാനിച്ചില്ല. ശരിയാക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച കോൺഫിഡൻസിൽ ഞാൻ പിന്നെയും പരിപാടി കണ്ടിന്യൂ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മൈൻഡിൽ വന്നൊരു ഐഡിയയാണ് വേറൊരു കാർഡ്ബോർഡും കൂടി എടുത്തിട്ട് ആ കാർഡ്ബോർഡിൽ ഇതൊരു ലെയറാക്കി വെച്ചിട്ട് ഡബിൾ ലെയറുള്ള ഒരു ഫ്രെയിം ചെയ്യാന്നുള്ളത്. നമ്മൾ കാണാറില്ലേ ഇങ്ങനെ 2 ലെയർ ആയിട്ടുള്ള ഫ്രെയിംസ് കാണാറില്ലേ? പെയിൻറ്റിങ്ങിന് ചുറ്റിനും ഒരു ചെറിയൊരു ഫ്രെയിം ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് ആ ഫ്രെയിം ഇരിക്കുന്ന വേറൊരു വലിയ ഫ്രെയിം ഉണ്ടാകും. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ഈ പരിപാടി കുളമായപ്പോൾ വന്നൊരു ഐഡിയ. പക്ഷേ അതും ഞാൻ കുളമാക്കി എന്നുള്ളതാണ് വേറൊരു ഹൈലൈറ്റ്. എൻ്റെ കത്തിക്കാണെങ്കിൽ നല്ല മൂർച്ചയായത് കാരണം ഇത് ഒരു വിധത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി രണ്ടാമതൊന്നും കൂടി കട്ട് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാർഡ്ബോർഡും വെട്ടി നശിപ്പിക്കാനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം കട്ട് ചെയ്ത കാർഡ്ബോർഡ് വെച്ചിട്ട് അതിന് എക്സസ് ആയിട്ട് ഇട്ടിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതാണ് ഞാൻ കാണിച്ച രണ്ടാമത്തെ മണ്ടത്തരം. പിന്നെ ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫെവിക്കോള് നമ്മുടെ കാർഡ്ബോർഡിൽ ഓവറോൾ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു മണ്ടത്തരാണ്. കാരണം ഇതെങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പെയിൻറ്റിങ് ഇളക്കിയെടുക്കാൻ പോലും പറ്റില്ല, വേണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല. ആ വിധത്തിൽ ഞാനത് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫെവിക്കോള് തീർന്നു, ശരിക്കും അത് കാലിയായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കോൾ ചെയ്തിട്ട് പറഞ്ഞു എനിക്കൊരു ഫെവിക്കോള് വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എത്തുമ്പോഴത്തേക്കും എന്തായാലും ഒരു ഈവനിങ് ടൈം ആവും, അപ്പോൾ നമുക്ക് ലൈറ്റും പോകും. അത് കാരണം ഞാൻ ഓർത്തു നമുക്ക് തന്നെ പോയി മേടിക്കാമെന്ന് ഓർത്തു. പക്ഷേ അതിന് മുന്നേ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫെവിക്കോള് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫെവിക്കോള് കയ്യിൽ തേക്കുന്ന ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി അത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഞാൻ ചെറിയൊരു ഫാഷൻ ഡിസൈനർ കൂടിയാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഒട്ടിക്കാനായിട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ കയ്യിൽ വെറുതെ ഇരിക്കുമ്പം ഫെവിക്കോൾ ഇങ്ങനെ തേച്ചിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ഇതിങ്ങനെ പൊളിച്ച് കളിക്കും. അതൊരു രസമായിരുന്നു. എന്താ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോബിയല്ലേ ഇത്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് ആയിട്ടുള്ള ഹോബീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിങ് നമ്മളിവിടെ കോളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം പശ തേച്ച് ഇത് ഒട്ടിച്ച് വെച്ചേക്കുക. ഇനി ഇതാര് വിചാരിച്ചാലും ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കടയിൽ പോയിട്ട് ഇതാ നമ്മുടെ പുതിയ ഫെവിക്കോൾ മേടിച്ചുകൊണ്ട് വന്ന് ഒരു കാര്യമില്ലാണ്ട് 100 രൂപ അതിനും കളഞ്ഞ്. അങ്ങനെ ആ ഫെവിക്കോൾ ഇനിയിപ്പോൾ ലാവിഷായല്ലോ, നിറയെ ഉള്ളത് കാരണം കുറച്ചും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഒട്ടിയിരിക്കട്ടെ എന്ന് ഓർത്ത് നന്നാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ലെയർ എടുത്ത് ഈ ഒരു വെള്ള പേപ്പറൊക്കെ ഒട്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്നാലും എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന പ്ലാൻ 2 ലെയറുള്ള ഫ്രെയിം ആയിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈറ്റ് പേപ്പർ എടുത്തത്. പക്ഷെ നമ്മൾ പുതിയത് വാങ്ങിച്ചത് കാരണം ലാവിഷായിട്ട് തേക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് പേപ്പറിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഗമ്മ് തേച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത്. ഇത് ഞാൻ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന പേപ്പറാണ് കേട്ടോ. നമ്മൾ വരയ്ക്കാനായിട്ട് വാങ്ങിയ A1 സൈസിലുള്ള പേപ്പറാണ്. അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തൊരു പീസാണ് ഈ ഒരു പേപ്പർ. അപ്പോൾ ആ ഒരു പേപ്പറും സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ഒരു ഫ്രെയിം ചെയ്യൽ ലാഭിച്ചതാണ് ഈ കാണുന്നത്. കുഴപ്പമില്ല, ഇതുപോലെയുള്ള കുറേ മണ്ടത്തരങ്ങളിൽ നിന്നല്ലേ നമ്മൾ ഓരോന്നൊക്കെ പഠിക്കുന്നത്. ഐശ്വര്യ റായുടെ വല്ല ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു. അതാകുമ്പോൾ ചെറിയ ഫോട്ടോ ആയത് കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റിയേനെ. ഇത്രയും വലിയ കാർഡ്ബോർഡ് വേസ്റ്റ് ആവത്തുമില്ലായിരുന്നു, ഇത്രയും പശയും വേസ്റ്റ് ആവില്ലായിരുന്നു. അതാണ് എനിക്ക് സങ്കടം. 100 രൂപയെ കാശ് പോയതോ പോട്ടെ. അതിനേക്കാട്ടിൽ എനിക്ക് സങ്കടം എനിക്ക് എൻ്റെ കാർഡ്ബോർഡ് ബോക്സ് പോയതില്ല. കാരണം നമ്മൾ ഈ കമ്മീഷൻഡ് ആയിട്ടുള്ള വർക്കൊക്കെ കിട്ടുമ്പോൾ അത് കൊറിയർ അയക്കാനായിട്ട് ഇതുപോലെയുള്ള കാർഡ്ബോർഡ് ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ നമ്മൾ പെയിൻറ്റിങ് ഒട്ടിച്ച് വെച്ച കാർഡ്ബോർഡ് എടുക്കുക. അതിൻ്റെ ബാക്കിൽ ഗമ്മ് തേച്ചിട്ട് നമ്മുടെ ഈ വൈറ്റ് കളറിലെ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഈ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ. നല്ല പാടാണ് ഈ സംഭവത്തിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട്. സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ നമുക്ക് സ്പീഡ് ചുരുട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഇടയ്ക്ക് വെച്ച് ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പോയി പിന്നെ നമ്മൾ ആദ്യം തൊട്ട് രണ്ടാമത് ചുരുട്ടേണ്ടി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോസസ്സിൽ ഒരു പേപ്പർ തന്നെ ഒരു 4-5 തവണയൊക്കെ ചുരുട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചുരുട്ടി പകുതി എത്തുമ്പോഴത്തേക്കും അത് വിട്ടുപോകും. എന്തോ ഭാഗ്യത്തിന് ആദ്യം ചുരുട്ടിയത് മാത്രം കുഴപ്പമില്ലാതെ കിട്ടി. ബാക്കിയൊക്കെ ഇത്തിരി ടൈം എടുത്ത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പേപ്പർ സ്റ്റെംസും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരമായി ഞാൻ ഈ സംഭവം ചുരുട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് ഇതിനകത്ത് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അല്ല, നിങ്ങളിതാരും വീട്ടിൽ ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല പണിയാണ്. ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ. അതായത് നമ്മുടെ ഈ പെയിൻറ്റിങ്ങിന് ചുറ്റിനും ഒറ്റ ലെയറും വെക്കാം. അത് കഴിഞ്ഞിട്ട് വൈറ്റ് കളറിലെ ഗ്യാപ്പ് ഇട്ടിട്ട് ആ എഡ്ജിലായിട്ട് ഒരു ലെയറും വെക്കാം. ഇതായിരുന്നു ഈ പരിപാടി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ പ്ലാൻ. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ആ വൈറ്റ് ബോർഡർ ഇല്ലേ, ആ വൈറ്റ് ബോർഡർ അസിമെട്രിക് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനത് കട്ട് ചെയ്തത് ലെവലായിട്ടല്ല കട്ട് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ പ്ലാൻ നടക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് 2 ലെയർ കൊടുത്തിട്ട് ആ 2 ലെയറിൽ നിൽക്കുന്ന വിധത്തിൽ കട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇത് കട്ട് ചെയ്യാൻ നല്ല പാടാണ്. ഈ പേപ്പർ റോളിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. എന്നാലും ഞാൻ ഒരു വിധത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ നമ്മൾ 2 ലെയർ പേപ്പർ സ്റ്റംസ് വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും കണ്ടോ വൈറ്റ് കളറിലെ സംഭവം എക്സസ് ആയിട്ട് ഇങ്ങനെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയായിരിക്കും. ഞാൻ മീൻ മുറിക്കുന്ന കത്തി ഉപയോഗിച്ച് ആ സംഭവം കട്ട് ചെയ്ത് കളഞ്ഞ് ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഞാൻ ഫ്രെയിം ചെയ്ത് കുളമാക്കിയെന്ന് തന്നെ വേണം പറയാൻ. നല്ലൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. പക്ഷേ എൻ്റെ കുളമാക്കൽ ഇവിടം കൊണ്ടൊന്നും കഴിഞ്ഞില്ല ഗൈസ്. ഞാൻ ഇനി ഇത് ഒന്നും കൂടി കുളമാക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുളമായി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്ലാൻ ബിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറൊന്നുമല്ല, നമ്മൾ പണ്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കക്കകളുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ ആ കക്കകൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഈ ഒരു റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ കളറിൻ്റെ മെറ്റാലിക് ഷെയ്ഡ് നമ്മൾ ഇൻ ബിറ്റ്വീനുള്ള കക്കകളിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം കൊടുക്കുന്നില്ല. മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ കക്കകൾ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു 1 ടൈം തൂക്കബിൾ ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫ്രെയിം എന്നുള്ളത് നിങ്ങൾ പറയണം. ഞാൻ എന്തായാലും എന്നാൽ കഴിയും വിധം അലമ്പാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് ഈ സാധനം ഇതിനകത്തുനിന്ന് പൊളിച്ചെടുത്തിട്ട് പിന്നീട് റീഫ്രെയിം ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി വീണ്ടും കാണാം. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ടല്ല കേട്ടോ, വരയ്ക്കുന്ന വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.